ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസമാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിച്ച് ചില ചിന്തകൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ചില വാക്യങ്ങളാണ്. അത് ഞാൻ വായിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നു. അവന് പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് വികലാംഗന്റെ വിടുതൽ എന്നുള്ളതാണ്. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലുസ്ത്രയിലേക്കുള്ള യാത്രയാണ്. ആ ലുസ്ത്രയിലെ സുവിശേഷ പ്രവർത്തനത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മുടന്തനെ അവനെ സൗഖ്യമാക്കുന്നതാണ്. അവൻ വികലാംഗൻ ആണ് അമ്മയുടെ ഗർഭം മുതൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചവനും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവനായ ആ വ്യക്തി പത്രോസ് സൗഖ്യം കൊടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മുടന്തര് മനുഷ്യവർഗത്തിൻ്റെ ഒരു പ്രതിനിധികളാണ്. ഈ ബന്ധത്തിൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് 51-ാം സങ്കീർത്തനത്തിൻ്റെ 51-ാമത്തെ വാക്യമാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ജന്മനാ പാപികളാണ്. ലോകചരിത്രത്തിൽ ആരും വിശുദ്ധരായിട്ട് ജനിക്കുന്നില്ല. ഹവ്വയും അതുപോലെ തന്നെ ആദാം ഒഴികെ ബാക്കി എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. ആദാവും ഹവ്വയും ഉൾപ്പെടെ എല്ലാവരും പാപം ചെയ്തവരുമാണ്. മനുഷ്യന് ജന്മന പാപപ്രകൃതി ഉള്ളതുകൊണ്ടാണ് അവന് പാപകൃത്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യൻ പാപപ്രകൃതി ഇല്ലെങ്കിൽ അവന് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു എന്നാണല്ലോ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ മുടന്തനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവന് കാലിന് ശക്തിയില്ലായിരുന്നു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവന് ഒരു ഇമ്പോർട്ടൻറ്റ് അശക്തനായ ഒരുവനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ പദം വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായത്തിൽ ഓരോരോ പ്രത്യേകമായ വ്യക്തികളെ നമുക്ക് കാണാണ്ട് കഴിയും. അവർ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ ശ്രേഷ്ഠരാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു പ്രമാണിയെക്കുറിച്ചാണ് വായിക്കുന്നത്. ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന പ്രമാണിയാണ്. അവനെക്കുറിച്ച് വായിക്കുന്നവൻ നിക്കോദിമോസ് എന്നാണ്. ആ നിക്കോദിമോസ് ഒരു പ്രധാന പാപിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ഗുരുവാണ്, അവരുടെ ഗുരുവാണ്, ശ്രേഷ്ഠനാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ അവൻ പാപിയാണ്.
4-ാം അധ്യായത്തിൽ ഒരു ദുരാചരണിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇമ്മോറൽ ലേഡി. അത് ശമരിക്കാരത്തിയാണ്. അപ്പോൾ ആ പാപിനിയെയാണ് ശമരിക്കാരത്തി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അശക്തനായ ഒരു ഇമ്പോർട്ടൻ്റ് എന്നുള്ളതായ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. അവൻ ബെത്സേദ കുളക്കരയിൽ ഏതാണ്ട് 38 വർഷക്കാലം രോഗം ബാധിച്ച് കിടന്ന് ഒരു നിലയിലും രക്ഷപ്പെടാൻ കഴിയാതെ കിടക്കുകയാണ്. ഈ 3 വ്യക്തികളുടെ പാപത്തിൻ്റെ എണ്ണത്തിലും സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാവരും ദൈവത്തിന് മുമ്പാകെ പാപികളാണ്. ആകയാൽ ഈ പാപികളായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾ പ്രമാണികളായിരിക്കാം. പ്രമാണികളാണെങ്കിലും നിങ്ങൾ പാപികളാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ വീണ്ടും ജനിക്കണം. കർത്താവ് ഈ യഹൂദന്മാരുടെ പ്രമാണിയായിരിക്കുന്ന നിക്കോസിനോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പള്ളിയുടെ പ്രമാണിയോ അതിൻ്റെ പുരോഹിതനോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടത്തുന്നതായ ഒരു റബ്ബിയുടെ സ്ഥാനത്തായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു കാര്യം ശമരിയ സ്ത്രീയെക്കുറിച്ചാണ്. അവൾക്ക് അനേക ഭർത്താക്കന്മാരുണ്ടെന്നാണ് വായിക്കുന്നത്. അവരുടെ പാപങ്ങളെ മുഴുവനും വെളിപ്പെടുത്തി പാപത്തിന് പരിഹാരം കൊടുത്ത കർത്താവ്, ആ കർത്താവ് അവളോടും പറയുന്നത്, നീ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നീ സ്വർഗത്തിൽ പോകുന്നില്ല. അവൾ യേശുക്രിസ്തുവിനെ വിവിധ നിലയിൽ പരീക്ഷിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതോടൊപ്പം തന്നെ അവൾ ആ യേശുവിനെ വിവിധ വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞത്. നീ ഒരു യഹൂദനാണ്, നീ ഒരു പ്രവാചകനാണ്, നീ ആ നിലയിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനമായിട്ട് അവൾ പറയുന്നത് നീ ഒരു ഗുരുവാണെന്നൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞത് നീ സാക്ഷാൽ നീ രക്ഷിതാവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ട് ഈ സ്ത്രീ യേശുവിനെ ആ നിലയിൽ വെളിപ്പെടുത്തിയെങ്കിലും അവസാനമായിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് ഇടയായി. അവൾ നീ സാക്ഷാൽ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന് 4-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് അവളുടെ വീട്ടിലെ ആവശ്യത്തിലേക്ക് വെള്ളം കോരാനായിട്ട് വന്നതായ പാത്രം ആ കിണറ്റിൻ്റെ കരയ്ക്കൽ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ചെന്ന് അവളുടെ പാപത്തിന് പരിഹാരം കൊടുത്തവനും അവൾക്ക് ജീവിതത്തിൽ സമാധാനം കൊടുത്തവനും അവളെ അംഗീകരിച്ചവനുമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് പോകുന്നത് കാണാൻ കഴിയും. അവൾ പറഞ്ഞത്, ഞാനൊരു ഇമ്മോറൽ ലേഡി ആയിരുന്നു, എന്നാൽ എൻ്റെ സകല അധാർമികതകളും ക്ഷമിച്ച് എന്നെ നീതിപതിയാക്കി തീർത്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവളുടെ സകല പാപങ്ങൾക്കും പരിഹാരം കൊടുക്കുവാനായിട്ട് കഴിവുള്ളവൻ യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരുടെയും അടുക്കൽ പോയി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ആ നിസ്കാരം കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ലഭിക്കുകയില്ല. നിസ്കരിക്കേണ്ടവരെവിടെ ചെല്ലണം? യേശുവിൻ്റെ അടുക്കൽ വരണം. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ സകല പാപങ്ങളും അവൻ പരിഹരിച്ച് നിന്നെ എന്ത് ചെയ്യും? ശുദ്ധിയുള്ളതാക്കി തീർക്കുമെന്ന് കാണാൻ കഴിയും. മറ്റൊരു കാര്യം കാണാൻ കഴിയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 38 വർഷക്കാലം രോഗിയായി കിടക്കുന്നു. ആ കുളത്തിൻ്റെ അടുക്കൽ കിടക്കുകയാണ്. അവിടെ പലരും ഉണ്ടെങ്കിലും ഈ മനുഷ്യനെ സംബന്ധിച്ച് അവൻ വളരെ നിരാശനായിരിക്കുകയാണ്. ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ മാർഗമൊന്നുമില്ല, മരണമല്ലാതെ മറ്റൊന്നുമില്ല. ആശ നശിച്ചവനാണ്. അങ്ങനെ ആശ നശിച്ച ആ 38 വർഷക്കാലം കുളക്കരയിൽ കിടക്കുന്ന ആ രോഗിക്ക് യേശു ആശ നൽകി. അവന് ശക്തിയില്ലായിരുന്നു. യേശു എന്ത് ചെയ്തു? അവന് ശക്തി നൽകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നത് അവന് ശക്തിയില്ല, അവന് ആശയില്ല. അങ്ങനെ ആശ നഷ്ടപ്പെട്ടവനും ശക്തിയില്ലാത്തവനുമായിരിക്കുന്ന ആ മനുഷ്യന് യേശു എന്ത് ചെയ്തു? യേശു ശക്തി നൽകി, ആശ നൽകി. ഒരു ഹോപ്പ്ലെസ് മാനായിരുന്നു, പ്രതീക്ഷയില്ലാത്തവനായിരുന്നു. അവനൊരു ആശ ഉണ്ടായി. അവൻ ശക്തിഹീനനായിരുന്നു. അവന് ശക്തി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല, സ്ട്രെങ്ത്ലെസ് ആയിരുന്നു. അങ്ങനെയുള്ള അവന് എന്ത് ചെയ്തു? അവന് ശക്തി കൊടുത്തു. അപ്പോൾ
ഹോപ്പ്ലെസ്സും സ്ട്രെങ്ത്ലെസ്സുമായിരുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവന് സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുവാനായിട്ട് യേശുക്രിസ്തു മുഖാന്തരം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസൊക്കെ ലുസ്ത്രയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായി. സുവിശേഷം അറിയിച്ചപ്പോൾ ഈ ശക്തിഹീനനായ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനും അവൻ്റെ അശക്തമായ സ്ഥിതി മാറി അവൻ ശക്തിയുള്ളവനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. റോമാലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? അഭക്തർക്ക് വേണ്ടിയും ബലഹീനർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും ശത്രുക്കൾക്ക് വേണ്ടിയും മരിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ പഴയ അവസ്ഥകളെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കുന്ന ഈ റോമാലേഖനത്തിൽ 4 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരും ഇഷ്ടപ്പെടാത്ത ഈ സ്ഥാനപ്പേരുകൾ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ക്രിസ്തു തക്ക സമയത്ത് അഭക്തരായി നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ബലഹീനതയ്ക്ക് വേണ്ടി കരുതുന്നവനും അവനെ ആദരിക്കുന്നവനുമാണ് ദൈവം എന്നുള്ള സത്യം നമ്മെ വെളിപ്പെടുത്തി. അപ്പോൾ ബലഹീനരെ ആദരിക്കുന്ന പ്രമാണം ലോകത്തിനില്ല. എന്നാൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് നമ്മെ ആദരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും മറ്റുമൊക്കെ പറയുന്നത് അവർക്ക് വെള്ളിയും പൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. മുടന്തന്മാരെ സൗഖ്യമാക്കുവാനുള്ളതായി നടക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പൗലോസ് പ്രവർത്തിച്ച അത്ഭുതം കണ്ട് പുരുഷാരം അത്ഭുതപ്പെട്ടു. ദേവന്മാർ മനുഷ്യരൂപത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവർ നിലവിളിച്ചു പറഞ്ഞു. ലോകത്തിൻ്റെ ഏത് കോണിലും മൂലയിലുമുള്ള മനുഷ്യർക്ക് ചില അടിസ്ഥാനപരമായ ആത്മീയ സത്യങ്ങൾ അറിയാം. എന്നാൽ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം: മനുഷ്യൻ പാപിയാണെന്നുള്ളതായ ബോധ്യവും പാപത്തിനൊരു രക്ഷിതാവാണെന്നുള്ള ബോധ്യവും ആവശ്യകതയും മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പട്ടണത്തിലെ ആളുകൾ എന്ത് ചെയ്തു? പട്ടണവാസികൾ പൗലോസിനും അതുപോലെ ബർന്നബാസിനും ഒക്കെ ഓരോ പേര് കൊടുത്തു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് ബുധൻ എന്നും പേര് കൊടുത്തു. ഇത് രണ്ടും അന്ന് പ്രജാതത്തിലുണ്ടായിരുന്ന ദേവന്മാരുടെ പേരുകളാണ്. മാത്രമല്ല, അവർക്ക് ബലി കഴിക്കുവാനായിട്ട് എന്ത് ചെയ്തു? അവർ ഒരുങ്ങുവാനിടയായി തീർന്നു. അവർക്ക് യാഗം നടത്തുവാനായിട്ട് എന്ത് ചെയ്തു? അവരതിനായിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പോൾ ഈ യാഗം എബ്രായലേഖനം 9:22 വായിക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല എന്നുള്ള സത്യത്തെയാണ് ഈ യാഗങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉള്ളതായ കാര്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്: യേശുക്രിസ്തു തൻ്റെ ശരീരയാഗത്താൽ പാപത്തിന് സ്ഥിരമായ പരിഹാരം ഉണ്ടാക്കി കാൽവറിയിൽ ക്രൂശിൽ നടന്ന ക്രിസ്തുവിൻ്റെ ഏക ബലി രക്തബലികളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഇനിയും രക്തബലികൾ അർപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ ചെലവ് ചെയ്ത യാഗങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത്തരം യാഗങ്ങൾ കഴിക്കുന്ന മൂലം പാപമോചനമോ സ്വർഗപ്രാപ്തിയോ ആർക്കും ലഭിക്കുകയില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തി യേശു താൻ ചെയ്തു തൻ്റെ ജീവനെ കാൽവറിയിലെ ക്രൂശിലർപ്പിച്ച് നമുക്ക് രക്ഷയൊരുക്കിയിരിക്കുകയാണ്. നോക്കുക, ഈ നിലയിൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അവിടെ ഈ അത്ഭുതങ്ങൾ നടത്തിയപ്പോൾ ദേവന്മാർ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് പറഞ്ഞ് അവന് പൂമാലയുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരി കാളയെയും പൂമാലയും ഗോപുരത്തിൽ കൊണ്ടുവന്നു പുരുഷാരത്തിൻ്റെ അകമ്പടിയോടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. പൗലോസ് എന്ത് ചെയ്തു? പൗലോസും ബർന്നബാസും വസ്ത്രം കീറി പുരുഷാരത്തിൻ്റെ നടുവിലേക്ക് ഓടിച്ചെന്ന് ഒരു ചെറിയ പ്രസംഗം നടത്തി. 14-ാം അധ്യായത്തിൽ നമുക്കത് കാണാണ്ട് കഴിയും. അതിൻ്റെ 15 മുതൽ 17 വാക്യങ്ങളാണ് ആ ചെറിയ പ്രസംഗം. എന്താണ് അവരോട് പറയുകയാണ്: ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ളവരത്രേ. പത്രോസും യാക്കോബും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഭക്തനായ ശതാധിപൻ അപ്പോസ്തലൻ്റെ കാൽക്ക് വീണ് നമസ്കരിച്ചു. നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പത്രോസോ അവരോട് പറഞ്ഞത്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യൻ എത്ര എന്ന് പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിച്ചു.
പ്രവൃത്തികളുടെ പുസ്തകം 10:26. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് യാക്കോബ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. യാക്കോബ് 5:17. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പോൾ പഴയ നിയമ ഭക്തന്മാരോ പുതിയ നിയമ ഭക്തന്മാരോ ഒന്നും അതിശ്രേഷ്ഠ മനുഷ്യരായിരുന്നില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർമാൻമാരായിരുന്നില്ല. അവരെല്ലാം നമ്മളെപ്പോലെ എന്ത് ചെയ്തു? പാപികളായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സമസ്വഭാവമുള്ളവരായിരുന്നു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടെന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് തിരിയണം, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. കാരണം അപ്പോസ്തലൻ പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ, വ്യർത്ഥവും മൃദുപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ടത്രേ. നമുക്കറിയാം, തെസ്സലോനിക്കരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 1 തെസ്സലോനി 1:9 ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ വിട്ട് സത്യദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് എന്ത് ചെയ്യുന്നു? അത് പൗലൂസ് ആശ്ചര്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരവരുടെ വിഗ്രഹങ്ങളൊക്കെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു. പൗലൂസും ബർന്നബാസും ഈ ലുസ്ത്രയിലുള്ള ആളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം പറയാനായിട്ട് ഇടയായി തുടങ്ങി. അപ്പോൾ മനുഷ്യൻ വിഗ്രഹവും വ്യർത്ഥവുമുള്ള വ്യർത്ഥ കാര്യങ്ങളും വിട്ട് എന്ത് ചെയ്യണം? ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം, അഥവാ ഹൃദയം തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം തിരിയുന്നതാണ് മാനസാന്തരം. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. മനുഷ്യൻ്റെ ഹൃദയം സ്വാഭാവികമായി ദൈവത്തെ വിട്ടു തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഏതും തൊട്ടും മുതലേ അത് തിരിഞ്ഞിരിക്കുക. അതുകൊണ്ട് അത് നേരെയാകണമെങ്കിൽ ദൈവത്തിലേക്ക് വരണം, കർത്താവിലേക്ക് വരണം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവ് നമുക്ക് എങ്ങനെ ഇരിക്കുന്നു? ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നത് ശരിയാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലെ ദൈവത്തെ വാസ്തവമായി നിങ്ങൾ അറിഞ്ഞ് അവൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് കാൽവറിയിലെ ക്രൂശ് നിങ്ങൾക്ക് വേണ്ടി എന്നത് നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി അവൻ തൻ്റെ ശരീരം യാഗമായിട്ട് അർപ്പിച്ച് അവൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ചൊരിച്ചിൽ മുഖാന്തരം നിങ്ങളുടെ പാപത്തിന് രക്ഷയും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ വ്യർത്ഥവും പ്രതിപാരമ്പര്യമായിട്ടുള്ളതായ നിങ്ങളുടെ കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കും, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തിലേക്ക് അയച്ചു. ആകയാൽ ഈ അപ്പോസ്തലനായ പൗലൂസും അതുപോലെ തന്നെ ബർന്നബാസും ആ ലുസ്ത്രയുള്ള ആളോട് യഥാർത്ഥമായ സുവിശേഷം പ്രസംഗിക്കുകയും അവർ പറഞ്ഞത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്ന് പറയാനായിട്ടിടയായി. ആ വലിയ സത്യം അവരെ ഓർപ്പിച്ചതിന് ശേഷമായിട്ട് അനേകരവിടെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തുടങ്ങി. ഈ ലുസ്ത്രയിൽ മുടന്തനായിരുന്നവനും സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് ദൈവത്തെ തുള്ളിച്ചാടി സ്തുതിച്ചു. അവനും എന്ത് ചെയ്തു? പിൽക്കാലത്ത് ലുസ്ത്രയിൽ ഒരു വലിയ സാക്ഷ്യം വഹിച്ച് കാണും എന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. അതിനുശേഷം അപ്പോസ്തലനായ പൗലൂസും അതുപോലെ തന്നെ ബർന്നബാസും അവർ ലുസ്ത്രയിൽ നിന്ന് മടങ്ങി അന്ത്യോക്യയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അന്ത്യോക്യ സഭയാണ് അവരെ 1ാമത്തെ മിഷണറി യാത്രയ്ക്ക് അയച്ചത്. അത് അന്ത്യോക്യയിൽ നിന്ന് പ്രാർത്ഥിച്ചയക്കുകയായിരുന്നു. അനേക അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് മടങ്ങി അവർ ലുസ്ത്രയിലേക്ക് വന്നതും ലുസ്ത്രയിൽ ഒരു വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതിനു ശേഷം അവിടെയുള്ളതായ ആളുകൾ അവരെ ആ നിലയിൽ മാനിച്ചു, സ്നേഹിച്ചു, അവർക്ക് വില കൊടുത്തു. പക്ഷേ അവർ കൊടുത്തതായ മാലയോ അവർ കൊടുത്തതായ കാളയോ അതൊന്നും അവർ സ്വീകരിക്കാതെ അവരെല്ലാം ഓടും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്ന് പറഞ്ഞു. ആകയാൽ
നമുക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയാത്തതായ വ്യർത്ഥമായ കാര്യങ്ങളെ വിടുക. ആ കാര്യങ്ങൾ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയാക്കി തീർത്തു. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, ആ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം സകല മനുഷ്യർക്കും പാപത്തിന് പരിഹാരം വന്നിരിക്കുകയാണ്. ആകയാൽ ഇതുവരെയും അതേ പാപത്തിന് പരിഹാരം വരാതെ ജീവിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. കർത്താവെ, എൻ്റെ പാപത്തിന് ക്ഷമ തരണം. എനിക്ക് കർത്താവെ അങ്ങേ ആവശ്യമുണ്ട്. എനിക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതേ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുത്ത് ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഈ രക്ഷപ്പെടുന്നതിനും അത്ഭുതകരമായ ഈ സന്ദേശം നിങ്ങളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ളതായി ഉറപ്പുവരുത്തി പോകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. എൻ്റെ മാന്യ ശ്രോതാക്കളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്നോർപ്പിച്ച് എൻ്റെ വാക്കുകളിവിടെ വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.